ഈശ്വരൻ എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ചിട്ട് മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, ഒരാൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. തന്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുന്നു. സമയമാകുമ്പോൾ അതിന്റെ പഴങ്ങൾ ശേഖരിക്കാനായിട്ട് ഓരോ ഗ്രൂപ്പ് ആളുകളെ വിടുന്നു. ഓരോരുത്തരെയും അവർ അവഗണിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവൻ പറയുകയാണ്, ഈ യജമാനൻ പറയുകയാണ്, എന്റെ സ്വപുത്രനെ തന്നെ ഞാൻ അയക്കും എന്ന് പറഞ്ഞ സ്വപുത്രനെ അയക്കുന്നു. പക്ഷെ അവനെ അവര് കൊന്നുകളയുന്നു. അപ്പോ ഈശോ ചോദിക്കുകയാണ്, ഇനി അവൻ എന്ത് ചെയ്യും, ഈ യജമാനൻ എന്ത് ചെയ്യും? എന്നിട്ട് ഈശോ തന്നെ പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ ചെയ്യും, ഈ ദുഷ്ടന്മാരായ ഭൃത്യന്മാരെ എല്ലാവരെയും അവൻ അവിടുന്ന് പുറത്താക്കുകയും ഈ തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഒരു പക്ഷേ ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവായിട്ട് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കിയാലോ. അതായത് ദൈവം നമ്മുടെ ആത്മാവിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലെ? അത് നമ്മളെ ബലമേൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ദൈവം നമ്മുടെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. ഈ ആത്മാവ് വെച്ച് നീ എന്ത് നേടി, അല്ലെ? നിന്റെ ആത്മാവ് കൊണ്ട് നീ എന്ത് നേടി, അല്ലെ? നീ കുറെ പുണ്യങ്ങൾ ഉണ്ടാക്കിയോ, അല്ലെ മറ്റു കാര്യങ്ങൾ ചെയ്തോ? അങ്ങനെ ഫലങ്ങൾ ചോദിക്കാനായിട്ട് ദൈവം നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തരെയായിട്ട് വിടുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയായിട്ട് അവഗണിക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? നമ്മുടെ ഈ മുന്തിരിത്തോട്ടം നമ്മുടെ ആത്മാവായിട്ട് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ മുന്തിരിത്തോട്ടം, ഈ ആത്മാവാകുന്ന മുന്തിരിത്തോട്ടം, അതിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുവാനും ദൈവം ചോദിക്കുന്ന സമയത്ത് ദൈവം അതിൽ നിന്നും ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ദൈവത്തിന് തിരിച്ചു കൊടുക്കുവാനായിട്ടുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.